നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്ക് ഒരു പരിധി വരെ നമ്മുടെ വോയിസ് ഓവറിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നല്ല മൈക്കാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും. എന്നാലും എത്ര ക്വാളിറ്റിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്താലും നമ്മൾ മിക്സ് ചെയ്യുന്നതനുസരിച്ചിരിക്കും അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഞാൻ മിക്സ് ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ് ഇതാണ്: വോയിസ് ഓവർ, മ്യൂസിക്, സൗണ്ട് ഡിസൈൻ. ഇത് ചിലപ്പോൾ സൗണ്ട് ഡിസൈൻ മ്യൂസിക്കിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുന്ന വീഡിയോസും ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഡാവിഞ്ചി റിസോൾവ് ആണ്. എല്ലാ സോഫ്റ്റ്വെയറിലും മെത്തേഡ് സെയിം ആണ്. ആദ്യം നമ്മുടെ വോയിസ് ഓവർ ടൈം ലൈനിലേക്ക് ഇട്ട് അതിൻ്റെ ലെവല് കൂട്ടുക. ഈ കാണുന്നതാണ് വോളിയം മിക്സർ. ഇതിലെ വോയിസ് ഓവറിൻ്റെ ലെവല് 5ന് മുകളിൽ 0യ്ക്ക് ക്ലോസ് ആയിട്ടാണ് ഞാൻ കീപ്പ് ചെയ്യുന്നത്. അത് റെഡിൽ ടച്ച് ചെയ്യുന്നത് പീക്ക് ആവുമ്പോഴാണ്. ഇനി വോയിസ് ഓവർ സോളോ ട്രാക്ക് ഓൺ ചെയ്ത് ലെവല് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഓൾട്ട് ഹോൾഡ് ചെയ്ത് ആ വോളിയമിൻ്റെ ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കീ ഫ്രെയിം ഓൺ ആവും. അങ്ങനെ പീക്കാവുന്ന സ്ഥലങ്ങൾ ഈ മീറ്റേഴ്സ് നോക്കി മനസ്സിലാക്കി അവിടുത്തെ വോളിയം കീ ഫ്രെയിംസ് യൂസ് ചെയ്ത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് കുറയ്ക്കുക. നമ്മളിപ്പോൾ ഓഡിയോ ട്രാക്ക് 1ലാണ് വോയിസ് ഓവർ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് മിക്സറിലെ ഓഡിയോ ട്രാക്ക് 1 നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. ഒരുപാട് കുറയ്ക്കല്ലേ, അത് ജമ്പ് ഫീൽ ചെയ്യും. ജസ്റ്റ് പീക്ക് ഒഴിവാക്കുക. അടുത്തത് മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മ്യൂസിക് വോയിസ് ഓവറിനെ ബാധിക്കാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. -15 മുതൽ -25 dB വരെ ഞാൻ കുറയ്ക്കാറുണ്ട്. മിക്സറിലെ ഓഡിയോ 2 ആണ് നമ്മുടെ മ്യൂസിക് ട്രാക്ക്. അത് കുറച്ചിട്ട് ബസ് 1 ട്രാക്ക് നോക്കിയാൽ മതി. അതാണ് നമ്മുടെ ഫൈനൽ മിക്സിൻ്റെ ഓഡിയോ മീറ്റേഴ്സ്. അത് കഴിഞ്ഞ് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ഇമേഴ്സീവ് ഫീൽ കിട്ടാൻ സൗണ്ട് ഡിസൈൻ ചെയ്യുക.